നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടിലാളക സംയുക്തം പൂർണ്ണചന്ദ്രനിഭാനനം വിലസത്കുണ്ടലധരം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മന്ദാരഗന്ധസംയുക്തം ചാരുഹാസം ചതുർഭുജം ബർഹിപിഞ്ചാവചൂടാംഗം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 16 നരനാരായണാവതാരവും ദക്ഷയാഗവും. ശ്ലോകം 7. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവസോർവാസികർവശമനീം പുനരുർവശീം താം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. സമ്മോഹനായ മാന്ന് ഡബിളായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മെല്ലെ നൂന്നി പറയണം. സമ്മോഹനായ മിളിത മദനാദയസ്തേ മദനാദയ തേ അത് ചേർത്തിട്ട് മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ ത്വദ് ദാസികാ പരിമളൈഃ ദ എന്നുള്ളത് ഡബിളായിട്ടുണ്ട്. മെല്ലെ നൂന്നി പറയണം. ത്വ നാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വദ്ദാസികാ പരിമളൈഃ വിസർഗം കില മോഹം ആപു അത് ചേർത്തിട്ട് മോഹമാപു വിസർഗം ഉണ്ട് അവിടെ. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ദത്താം ദ എന്നുള്ളത് ദയയുടെ ദ എന്നാണ്. ദത്താം ത്വയാ ത്വ നാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വയാ നായി പോവരുത്. ത്വയാ ച ജഗൃഹു ത്രപയ ഏവ അത് ചേർത്തിട്ട് ജഗൃഹുസ്ത്രപയൈവ ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസിഗർവശമനീം അവിടെ ചെറിയ വരട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നിച്ച് വായിക്കാനുള്ളതാണ്. സർവ സ്വർ സ്വ നാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്വർ വാസി ഗർവ വ എന്നുള്ളത് ഒന്ന് ഊന്നി പറയണം. ശമനീം ശമനീം വള്ളി നീട്ടിയിട്ട് മുർക്കം പുനർ ഉർവശീം ചേർത്തിട്ട് പുനരുർവശീം. ഇവിടെ അതേപോലെ തന്നെ ഉർവ വ എന്ന് മെല്ലെ നൂന്നി പറയണം. പുനരുർവശീം വള്ളി നീട്ടിയിട്ട് മുർക്കം താം അവിടെ നീട്ടിയിട്ട് മുർക്കം അങ്ങനെ നിർത്താം. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസികർവശമനീം പുനരുർവശീം താം. അടുത്തത് 8ാമത്തെ ശ്ലോകം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലേ ജനിഭവന്മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ദൃഷ്ട്വാ ഉർവശീം അത് ചേർത്തിട്ട് ദൃഷ്ടോർവശീം തവ ദൃ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദൃഷ്ടോർവശീം തവ കഥാം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദീർഘമുർക്കം ച നിശമ്യ ശക്ര അവിടെ വിസർഗത്തോടു കൂടെ നിർത്തണം. പര്യാകുല അജനി അതാണ് പര്യാകുലേജനി. ഭവൻ മഹിമാവമർശാത് ഭവൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത്വത്തോധികോ അത് ചേർത്ത് ചൊല്ലുമ്പോൾ ഡബിളായിട്ട് വേണം താന്ന്. ഇവിടെ പ്രശാന്തരമണീയതരാവതാരാത് നിർത്തിയിട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു താന്ന് മതി. ത്വത്തോധികോ അങ്ങനെ ചൊല്ലിയാൽ മതി.
ത്വത്ത അധികോ അത് ചേർത്തിട്ടാണ് ത്വത്തോധികോ വരദ കൃഷ്ണതനു ത്വം ഏവ ചേർത്തിട്ട് കൃഷ്ണതനുസ്ത്വമേവ സ്ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. കൃഷ്ണതനുസ്ത്വമേവ അങ്ങനെ നിർത്താം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലേ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.